പണ്ട് BJPയെ കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ എന്റെ പാർട്ടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട്, കുറെ മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ വ്യതിയാനം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആശയങ്ങളുടെ പേരിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് റെജി ലൂക്കോസ് BJPയിൽ ചേർന്നിരിക്കുന്നു. CPM സഹയാത്രികനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ CPMന് വേണ്ടി വാദിച്ചിരുന്നയാളാണ്. ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞാനും തീരുമാനിച്ചു. ഞാൻ എന്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു. ഞാൻ പാർട്ടി മെമ്പറാണ്. കുറെ നാളുകളായിട്ട് തന്നെ ഈ ആശയം മുന്നിലുണ്ട്. അങ്ങനെ എന്നെ BJPയിലേക്ക് ക്ഷണിച്ചു. എനിക്കിപ്പോൾ മെമ്പർഷിപ്പ് നൽകി, ഷാളിട്ട് അണിയിച്ചു. ഇന്നീ നിമിഷം മുതൽ എന്റെ വാക്കുകളും എല്ലാം പ്രവൃത്തികളും BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് കേരളത്തിൽ വിജയത്തിലേക്ക് എത്തി, കേരളത്തിന്റെ ഭരണം കേരളത്തിൽ കയ്യേറാതെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കോട്ടയം ഭാഷയാണ്. നിങ്ങൾ അതിനെ പ്രതികരിക്കുന്നതായിട്ടായിരിക്കണം. BJPക്ക് വേണ്ടി ഒരു ശബ്ദമായിട്ട് അവസരം കിട്ടി ഇനി മാറും. കേരളം ഇനി ആവശ്യം നമുക്ക് ഈ അധപതിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതികളല്ല, വികസനത്തിന്റെ ഡെവലപ്മെന്റ്സിന്റേതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരജിയുടെ ആശയങ്ങളോടും BJPയോടും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത്. ഞാനും സുരേഷൊക്കെ എത്രയോ വർഷങ്ങൾ സംവാദങ്ങളിൽ ഏർപ്പെടുന്നു. അവർക്കെല്ലാം ഒരുപാട് നന്ദി പറയുന്നു. ഇന്നീ നിമിഷം മുതൽ ഇപ്പോൾ എന്നെ ഒരു ചാനൽ വിളിച്ചു ഇന്ന് സംവാദത്തിന്. അപ്പം ഞാൻ പറഞ്ഞു സോറി, ഇന്നു മുതൽ എൻ്റെ ശബ്ദം വേറെ ആയിരിക്കും, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, എനിക്ക് സപ്പോർട്ട് തരണം. BJPയുടെ മുന്നോട്ടുള്ള വളർച്ച വലിയ ഗംഭീരമായിരുന്നിരിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ എന്താ പറയുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ BJP കുടിയേറി കഴിഞ്ഞു. പലരും പരസ്യമായിട്ട് പറയാൻ മടിക്കുകയാണ്. ഇനിയൊരു ഒഴുക്ക് BJPയിലേക്ക് കേരളത്തിൽ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാളുകൾ കേരളം BJPക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.